നമസ്കാരം. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആയ ജമോവി ഉപയോഗിച്ചുകൊണ്ട് കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ അഥവാ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ് ഇത്. കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്താണ് എന്ന് നോക്കാം. കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് രണ്ട് കാറ്റഗോറിക്കൽ വേരിയബിളുകൾ അല്ലെങ്കിൽ രണ്ട് നോമിനൽ വേരിയബിളുകൾ തമ്മിൽ കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയ ഒരു ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ്. ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് ആളുകളുടെ രണ്ട് ജെൻഡറിൽപ്പെട്ട ആളുകളുടെ ഉണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചോയ്സ് ഒന്നുകിൽ ഇഡ്ഡലി അല്ലെങ്കിൽ ദോശ ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചോയ്സിൻ്റെയും എണ്ണം ഉണ്ടെന്ന് കരുതുക. അത് പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി ബന്ധമൊന്നും ഇല്ല എങ്കിൽ എല്ലാവരുടെയും എണ്ണം ഏകദേശം ഒരുപോലെ ആയിരിക്കും. പകുതി പുരുഷന്മാർ ഇഡ്ഡലിയും പകുതി പുരുഷന്മാർ ദോശയും, അതുപോലെ പകുതി സ്ത്രീകൾ ഇഡ്ഡലിയും ബാക്കി പകുതി സ്ത്രീകൾ ദോശയും എന്ന തരത്തിലൊക്കെ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. അതേസമയം ജെൻഡറിന് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ചോയ്സിൽ എന്തെങ്കിലും കൃത്യമായ ഒരു സ്വാധീനമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം ഈ രണ്ട് കൂട്ടരും തമ്മിൽ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന ഉദാഹരണത്തിൽ നോക്കിയാൽ ദോശ ചൂസ് ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണവും 4-ഉം ദോശ ചൂസ് ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണവും 6-ഉമാണ്. 2-ന്റെ വ്യത്യാസമുണ്ട്. അതുപോലെ ഇഡ്ഡലിയുടെ കാര്യത്തിൽ 1-ന്റെ വ്യത്യാസമുണ്ട്. ഇത്തരം വ്യത്യാസങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ, ഇത് വീണ്ടും വീണ്ടും ഇതേ ടെസ്റ്റ് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇതേ റിസൾട്ട് തന്നെ വരാനുള്ള സാധ്യത എത്രയുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ അഥവാ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഉപയോഗിക്കുന്നത്. നോമിനൽ വേരിയബിളുകൾ അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ വേരിയബിളുകൾ തമ്മിൽ മാത്രമേ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇതിലേതെങ്കിലും ഒരു വേരിയബിൾ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചോയ്സിന്റെ സ്ഥാനത്ത് ഇവരുടെ ഹാപ്പിനെസിന്റെ സ്കോറോ ഓപ്റ്റിമിസത്തിന്റെ സ്കോറോ ഒക്കെ പോലെ അളന്നെടുക്കുന്ന ഒരു സ്കെയിൽ വെച്ച് അളക്കുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ നമ്മൾ വേറെ ടെസ്റ്റാണ് ചെയ്യുക. അതുപോലെ രണ്ടും ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് അളന്നെടുക്കുന്ന വേരിയബിളുകൾ ആണെങ്കിലും ടെസ്റ്റ് വേറെയാണ് ചെയ്യുക. രണ്ട് വേരിയബിളുകളും കാറ്റഗോറിക്കലായിട്ട് ഇതുപോലെ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ പാകിസ്ഥാനി ഇങ്ങനെയൊക്കെ നോമിനലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന വേരിയബിളുകൾക്ക് മാത്രമേ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ചെയ്യാൻ കഴിയുള്ളൂ. ജമോവിയിൽ നമ്മൾ ഫയലുകൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. സാധാരണഗതിയിൽ എക്സൽ ഷീറ്റുകളായിട്ടോ ഒക്കെ ആയിരിക്കും ഡേറ്റ ഫയലുകൾ ഉണ്ടാവുക. CSV പോലുള്ള ഫോർമാറ്റുകളും. ഇവിടെ ഈ ഉദാഹരണത്തിൽ CSV ഫോർമാറ്റിലാണ് ഈ ഡേറ്റ ഉള്ളത്. നമ്മൾ ഡേറ്റ ഫയൽ ഓപ്പൺ ചെയ്താൽ അതിലെ കാറ്റഗോറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നോമിനൽ ആയിട്ടുള്ള വേരിയബിളുകൾ തമ്മിലാണ് കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ ചെയ്യാൻ പറ്റുക. അതിന് ഫ്രീക്വൻസീസ് എന്ന മെനുവിൽ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മൾ എടുക്കേണ്ടത്. അതിലേക്ക് രണ്ട് കാറ്റഗോറിക്കൽ വേരിയബിളുകളെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ ഇവിടെ ഫുഡിൻ്റെ ചോയ്സിന് 3 ഓപ്ഷൻസ് ആണ് ഈ ഡേറ്റ സെറ്റിലുള്ളത്. അതിനെ ഞാൻ റോസിൻ്റെ സ്ഥാനത്തേക്കും കോളംസിലേക്ക് ജെൻഡർ എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗോറിക്കൽ വേരിയബിളിനെയും സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു കണ്ടിജൻസി ടേബിൾ വലതുവശത്ത് കാണാം. ഇവിടെ ഈ ഡേറ്റ നമ്പറുകൾ മാത്രമേ ഉള്ളൂ, 1, 2 എന്നുള്ള നമ്പറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെ ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ജെൻഡറിനെ ഞാൻ 1-ന് ഫീമെയിൽ എന്നും 2-ന് മെയിൽ എന്നും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫുഡിൻ്റെ ചോയ്സിൽ 3 എണ്ണമാണുള്ളത്. 1-ന് ഞാൻ മന്തി എന്നും 2-ന് ഞാൻ റൈസ് എന്നും 3-മത്തേതിന് സലാഡ് എന്നും കൊടുക്കുന്നു. അപ്പോൾ ഇനി ഈ റിസൾട്ടിലേക്ക് നോക്കിയാൽ ആ റിസൾട്ടിൽ അത് എഴുത്തുകളായിട്ട് വന്നിട്ടുണ്ടാവും. മന്തി, റൈസ്, സലാഡ്, അതുപോലെ മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ എണ്ണങ്ങൾ ഇപ്പോൾ നോക്കുക, ഇവിടെ പുരുഷന്മാരും സ്ത്രീകളും ഈ ഓരോ ഓപ്ഷനും എടുക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. റൈസ് എടുത്തവരുടെ എണ്ണം നോക്കിയാൽ 12 ഫീമെയിൽസും 10 മെയിൽസുമാണ്. ഒരു വ്യത്യാസമുണ്ട്. ഇത്തരം വ്യത്യാസങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്നറിയാനാണ് നമ്മൾ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ ചെയ്യുന്നത്. അത് നോക്കാനായിട്ട് ആ റിസൾട്ടിലുള്ള കൈസ്ക്വയർ എന്ന ടേബിൾ നോക്കുക. കൈസ്ക്വയറിൻ്റെ വാല്യൂ ഉണ്ടാവും, അതുപോലെ ഒരു പി വാല്യൂ ഉണ്ടാവും. ഇവിടെ പി വാല്യൂ 0.645 ആണ്. സാധാരണ ഇത്തരം ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ടെസ്റ്റുകളിലൊക്കെയും നമ്മൾ 0.05 എന്ന് പറയുന്ന ഒരു പി വാല്യൂവിനെയാണ് കട്ട് ഓഫ് ആയിട്ട് എടുക്കുക. 0.05-ൽ താഴെയാണ് എങ്കിൽ ഈ ടെസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയാം. ഇവിടെ 0.064 എന്ന് പറഞ്ഞാൽ അതിനെ ഒരു 64% എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം.
അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഇവിടെ നമ്മൾ ഈ കാണുന്ന വ്യത്യാസങ്ങളൊന്നും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല. ആളുകളുടെ ജെൻഡർ മാറുന്നതനുസരിച്ച് ഈ ഉദാഹരണത്തിൽ ആളുകളുടെ ജെൻഡർ മാറുന്നതനുസരിച്ച് അവരുടെ ഫുഡിൻ്റെ ചോയ്സിൽ നമ്മൾ ഇവിടെ 12, 10, 9, 12 എന്നൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഈ വ്യത്യാസങ്ങളൊന്നും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് അല്ല എന്നുള്ളതാണ് ഈ പിന്നെ അനാലിസിസ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനകത്ത് സാധാരണഗതിയിൽ ഒബ്സർവ്ഡ് കൗണ്ട്സിൻ്റെ കൂടെ എക്സ്പെക്റ്റഡ് കൗണ്ട്സ് പോലെയുള്ള കാര്യങ്ങളും അതുപോലെ പെർസെൻറ്റേജുകളും ഒക്കെ വേണമെങ്കിൽ നമ്മൾ എടുക്കാം. കാരണം ഇത്തരം പെർസെൻറ്റേജിലൊക്കെ പലപ്പോഴും നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഈ പെർസെൻറ്റേജുകളൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ടി വരാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലുമൊക്കെ അഡീഷണൽ ഓപ്ഷനുകൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ എണ്ണം കുറവാകുമ്പോഴും ഒക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സെല്ലിലെ എണ്ണം കുറവാണെങ്കിൽ ക്രാമേഴ്സ് വി പോലെയുള്ള റിസൾട്ടുകൾ നോക്കേണ്ടി വരും. കൈസ്ക്വയറിൻ്റെ സാധാ കൈസ്ക്വയർ ആയിരിക്കില്ല. അത്തരത്തിലുള്ള റിസൾട്ടുകളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ പ്ലോട്ടുകളുണ്ട്. പ്ലോട്ടുകൾ സാധാരണഗതിയിൽ ആവശ്യം വരാറുണ്ടെങ്കിൽ ഇതിൻ്റെ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ബാർ പ്ലോട്ടുകൾ സെലക്ട് ചെയ്തെടുക്കാം. ബാർ പ്ലോട്ട് ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ, വിഷ്വൽ കമ്പാരിസൺ ഉണ്ടാവും. ഈ കാണുന്ന വ്യത്യാസങ്ങൾ, ജെൻഡർ വ്യത്യാസങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ അഥവാ കൈസ്ക്വയർ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ടെസ്റ്റ് ചെയ്യുന്നത്.